നമസ്കാരം. എന്താണ് ഹലൂസിനേഷൻ? ഞാൻ ഡോക്ടർ ബിജു വർഗീസ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് ക്യൂർ സൈക്കോളജിക്കൽ കെയർ സെന്റർ, അങ്കമാലി. ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു വസ്തു അല്ലെങ്കിൽ ഇല്ലാത്തൊരു അനുഭവം നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് തോന്നുക. അതായത് നമ്മുടെ കൂടെയുള്ളവർക്കൊന്നും അനുഭവിക്കുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല. പക്ഷേ ഈ വ്യക്തിക്ക് കാണുന്നതായിട്ടും കേൾക്കുന്നതായിട്ടും അനുഭവപ്പെടുന്ന ഒരവസ്ഥ, ഒരു വിഭ്രാന്തി എന്ന് പറയാം. നമ്മൾ പല രീതിയിൽ ഹാലുസിനേറ്റ് ചെയ്യപ്പെടാം. കാഴ്ചയിലൂടെ, അതായത് ഇല്ലാത്ത കാഴ്ചകൾ കാണുന്നതായിട്ട് വ്യക്തിക്ക് തോന്നും, പക്ഷേ മറ്റുള്ളവർക്കത് കാണാൻ സാധിക്കില്ല. രണ്ട് ചെവിയിലും സംസാരം, വോയിസ് കേൾക്കുന്നതായിട്ടും മറ്റുള്ളവർ നമ്മളോട് കമാൻഡ് പറയുന്നതായിട്ടും നമ്മളോട് അത് ചെയ്യുന്നു പറയുന്നതായിട്ടും ആ റൂമിൽ ശബ്ദം കേൾക്കുന്നതായിട്ടും തോന്നും, സ്മെല്ല് അനുഭവപ്പെടുന്നതായിട്ട് തോന്നും. ഇപ്പോൾ ഈ റൂമിൽ എന്തോ ഒരു സ്മെല്ലുണ്ടെന്ന് തോന്നും, ആ സ്മെല്ല് അനുഭവപ്പെടുന്നതായിട്ട് തോന്നും, ടേസ്റ്റ് അനുഭവപ്പെടുന്നതായിട്ട് തോന്നും. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കഴിയുന്ന പോലെയോ, നമ്മുടെ ശരീരം അനങ്ങുന്ന പോലെയോ, പറക്കുന്ന പോലെയോ, അങ്ങനെ പല അനുഭവങ്ങളെല്ലാം ഹലൂസിനേഷൻ അനുഭവപ്പെടുന്ന വ്യക്തിക്ക് അനുഭവപ്പെടാം. ഇതിനെയാണ് ഹലൂസിനേഷൻ എന്ന് പറയുന്ന അവസ്ഥ വരുന്നത്. എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല കാരണം കൊണ്ട് നമുക്ക് ഹലൂസിനേഷൻ സംഭവിക്കാം. മാനസികമായ രോഗങ്ങൾ, അതായത് മെൻ്റൽ ഡിസോർഡർ ഒരു മെയിൻ കാരണം തന്നെയാണ്. അതായത് സൈക്കോസിസ്, അതായത് സ്കിസോഫ്രീനിയ, ബൈപോളാർ ഡിസോർഡർ, പാരനോയ, ഇങ്ങനെ പറഞ്ഞ അസുഖങ്ങളുടെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയിൽ ഇത്തരം ഹലൂസിനേഷൻ, വിഷ്വൽ, അതായത് കാഴ്ചയിലൂടെയും ശബ്ദം, ഓഡിറ്ററി അല്ലെങ്കിൽ ഓൾ ഫാക്ടറി, അങ്ങനെ പല രീതിയിലുള്ള ഹലൂസിനേഷൻ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ ഇത് തന്നെ മാത്രമാണെന്നില്ല കാരണം ഹലൂസിനേഷന്, മറ്റ് നിരവധി കാരണങ്ങളുണ്ട്. നിങ്ങൾ കഫീൻ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഹലൂസിനേഷനുള്ള ചാൻസ് ഉണ്ട്. ഓപ്പറേഷൻ ശേഷം അനസ്തേഷ്യക്ക് വിധേയമായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അനസ്തേഷ്യ മെഡിസിൻ്റെ എഫക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് ഹലൂസിനേഷൻ ഉണ്ടാക്കാം. ചില മെഡിസിനുകൾ നിങ്ങൾക്ക് ഹലൂസിനേഷൻ ഉണ്ടാക്കാം. ചില മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ചിലപ്പോൾ ഹലൂസിനേഷൻ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലുണ്ട്. ഇതുകൂടാതെ മയക്കുമരുന്ന്, ആൽക്കഹോൾ പോലത്തെ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യുന്നവർക്ക് ഓൾമോസ്റ്റ് മിക്ക സമയത്ത് അവർക്ക് ഹാലൂസിനേഷൻ അനുഭവപ്പെടുന്നുണ്ട്. മയക്കുമരുന്ന് ദീർഘനാൾ ഉപയോഗിച്ചിട്ട് നിർത്തിയാൽ പോലും കുറേ നാളുകളോളം ഹാലൂസിനേഷൻ അനുഭവപ്പെടുന്നവരുണ്ട്. ആൽക്കഹോളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും വിഡ്രോവൽ സിംറ്റത്തിലും ഈ ഹാലൂസിനേഷൻ അനുഭവപ്പെടുന്നുണ്ട്. ഡെമൻഷ്യ, അൽഷിമേഴ്സ് തുടങ്ങിയ അസുഖങ്ങൾ സഹിക്കുന്നവർക്കും മൈഗ്രെയിൻ പോലത്തെ അവസ്ഥയിലും, അല്ലെങ്കിൽ ലോ സോഡിയത്തിൻ്റെ ലെവൽ കുറഞ്ഞു വരുന്ന സമയത്തും ഹാലൂസിനേഷൻ അനുഭവപ്പെടാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഷുഗറിൻ്റെ ലെവൽ വളരെ താഴ്ന്ന ഒരവസ്ഥയിൽ, അതായത് ഹൈപ്പോഗ്ലൈസിമിയ എന്ന് പറഞ്ഞ അവസ്ഥയിൽ ചിലപ്പോൾ ഹാലൂസിനേഷൻ അനുഭവപ്പെടാം. മറ്റ് ഹൈപ്പോക്സിയ, നിങ്ങളുടെ ബ്രെയിനിൽ, തലച്ചോറിൻ്റെ അകത്ത് ഓക്സിജൻ്റെ അളവ് വളരെ കുറയുന്ന അവസ്ഥയിൽ, ചില ആക്സിഡൻറ്റിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ പല അനുഭവങ്ങളിലും ഹാലൂസിനേഷൻ അനുഭവപ്പെടാം. ഇനി ഹാലൂസിനേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് മെൻ്റൽ ഡിസോർഡറാണ്, തീർച്ചയായിട്ടൊരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ മെഡിസിൻ എടുത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് സൈക്യാട്രിസ്റ്റ് പറയുന്ന അളവിൽ, പറയുന്ന കാലം വരെ വളരെ റെഗുലറായിട്ട് ഫോളോ അപ്പ് നടത്തി വ്യക്തമായ രീതിയിൽ മെഡിസിൻ എടുക്കണം. ഒപ്പം തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് സൈക്കോ തെറാപ്പിയും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതാണ് മെൻ്റൽ ഡിസോർഡർ ഉള്ളവരുടെ കാര്യത്തിൽ പറയേണ്ടത്. പക്ഷെ അല്ലാത്തവരെ ഹലൂസിനേഷൻ അനുഭവപ്പെടുന്നതിൻ്റെ കാരണത്തെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. എല്ലാവരുടെയും കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഡെമൻഷ്യ, അൽഷിമേഴ്സ് ഉള്ളവർ അത് ബാലൻസ് ചെയ്യാനുള്ള ന്യൂറോ ഡോക്ടറെ കണ്ടിട്ട് അതിന് കറക്റ്റായി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്. കഫീൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കേണ്ടതുണ്ട്. ഡ്രഗ്, ആൽക്കഹോൾ തുടങ്ങിയ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യുന്നവർക്ക് സംഭവിക്കുന്ന ഹലൂസിനേഷൻസ്, അതിൻ്റെ ഉപയോഗം നിർത്തിയും കൺട്രോൾ ചെയ്ത് മെഡിസിൻ എടുത്ത് അതും നിർത്തേണ്ടതുണ്ട്. അപ്പോൾ എന്താണോ അതിന് കാരണം ഉണ്ടാക്കുന്നത്, ഷുഗർ കുറയുന്നൊരവസ്ഥയിലുണ്ടാകും, അത് പരിഹരിക്കാൻ അതിൻ്റെ മാർഗ്ഗങ്ങളുണ്ട്. അതിൻ്റെ റൂട്ട് കോസുകളെ ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അത് ട്രീറ്റ് ചെയ്ത് നമുക്ക് ഹാലൂസിനേഷനെ നമ്മൾ നിയന്ത്രണത്തിൽ നിർത്താവുന്നതാണ് ഈ ഹാലൂസിനേഷൻ. അപ്പോൾ ഇതാണ് ഹാലൂസിനേഷനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്. താങ്ക്